നമസ്കാരം. ഇന്നിപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ഥാറിൻ്റെ 5 ഡോറിൻ്റെ വരവിനെ കുറിച്ചിട്ടാണ്. ഥാർ റോക്സ് എന്ന് പറയുന്ന ആ ഒരു മോഡലിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തെ കാണുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ മുഖമാണ്. അത് ജീപ്പ് തന്നെയാണ്. അതായത് ജീപ്പിൻ്റെ റാംഗ്ലർ എന്ന് പറയുന്ന മോഡലിൻ്റെയൊക്കെ ഒരു ഫേസിനോട് ഒരുപാട് സാദൃശ്യമുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ഇൻസ്പയർ ചെയ്താണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മഹീന്ദ്ര ജീപ്പിൻ്റെ ഡിസൈൻ ലാംഗ്വേജിനെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിശയമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു സാദൃശ്യം ഉണ്ടായിട്ട് പോലും ജീപ്പ് മഹീന്ദ്രയ്ക്കെതിരെ ഇന്ത്യയിൽ ഒരു കേസിന് പോകാത്തത്? തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആകും എന്നൊരു വിശ്വാസമുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മഹീന്ദ്രയുടെ ഥാറിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ക്വസ്റ്റ്യനുമില്ല. കാരണം 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോളും അതുമാത്രമല്ല 2.2 എം ഹോക്ക് എഞ്ചിനും ഒക്കെ നമുക്കറിയാം. ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റൊക്കെ ഈ ഒരു വാഹനത്തെ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നും അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് സന്തോഷിക്കാം, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇത്രയും മികച്ചൊരു വാഹനം ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജീപ്പ് ഇത്തരത്തിലൊരു സാമ്യത ഉണ്ടായിട്ട് പോലും മഹീന്ദ്രയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത്? വളരെ സിമ്പിളാണ് ഈ കാര്യം. 1947-48 കാലഘട്ടങ്ങളിൽ ജീപ്പ് വേൾഡ് വാറ് സമയത്ത് വേൾഡ് വാറിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മഹീന്ദ്രയ്ക്ക് ഇത്തരത്തിലുള്ള വാഹനം, ജീപ്പിൻ്റെ വാഹനങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കി വേൾഡ് വാറിന് വേണ്ടി സപ്ലൈ ചെയ്യാനുള്ളൊരു കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിലൂടെ CJ3A എന്ന് പറയുന്ന മോഡൽ മഹീന്ദ്ര ഉണ്ടാക്കി വേൾഡ് വാറിനൊക്കെ വേണ്ടി സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം CJ3B എന്ന് പറയുന്നൊരു മോഡലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം റോക്സർ എന്ന് പറഞ്ഞ് അമേരിക്കയിലൊക്കെ വിൽക്കുന്ന മഹീന്ദ്രയുടെ ഒരു വാഹനമുണ്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീപ്പ്, നമ്മുടെ ഥാറിനോട് സാദൃശ്യമുണ്ട്. എന്നിട്ട് പോലും ആ ഒരു മാർക്കറ്റിൽ, അമേരിക്കൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ഇത്തരത്തിൽ ഡിസൈൻ ലാംഗ്വേജ് കൂടി വന്നിട്ട് പോലും ജീപ്പ് കേസൊന്നും ഫയൽ ചെയ്തില്ല. കാരണം ഈ ഒരു വാഹനം, അതായത് റോക്സർ എന്ന് പറയുന്നൊരു വാഹനം ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓൺ റോഡ് വാഹനം എന്നുള്ള രീതിക്കൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ എന്ന് പറയുന്നത് അവരുടെ ഡിസൈൻ ലാംഗ്വേജിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ മോട്ടോഴ്സിൻ്റെ ഹമ്മർ, ഈ ഹമ്മറിൻ്റെ ഗ്രില്ലൊക്കെ ജീപ്പിൻ്റെ വാഹനങ്ങളുമായിട്ട് സാദൃശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ജീപ്പ് ഇമ്മീഡിയറ്റ്ലി കംപ്ലയിൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹീന്ദ്രയ്ക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് വരാം. 1947-48 കാലഘട്ടങ്ങളിൽ ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 85 വരെ നീണ്ടു നിന്നു. 85ഓടുകൂടി മഹീന്ദ്രയും ജീപ്പും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് സ്റ്റോപ്പായി. അതിനുശേഷം മഹീന്ദ്ര MM540 എന്ന് പറയുന്നൊരു വാഹനത്തെ 1985 പുറത്തിറക്കി. അത് കഴിഞ്ഞിട്ട് 550 എന്ന് പറയുന്ന MM550 എന്ന് പറയുന്ന മറ്റൊരു മോഡലും പുറത്തിറക്കി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഥാറിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഥാറല്ല, ഇതിന് മുമ്പ് ഇറങ്ങിയൊരു ഥാറിൻ്റെ ഒരു ഫേസ് ഒരുപാട് സാദൃശ്യമുണ്ട്. അതിനുശേഷം 1996 ക്ലാസിക് എന്ന് പറയുന്നൊരു വാഹനം ഇറക്കി. 1996 ശേഷം പിന്നെ 2000 തോന്നുന്നു മേജർ എന്ന് പറയുന്നൊരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു. 2010 ഥാർ എന്ന് പറയുന്നൊരു വാഹനം വന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ജീപ്പിൻ്റെ വാഹനങ്ങളുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് എന്ന് 100% ഉറപ്പാണ്. പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യയിൽ എന്താണ് മഹീന്ദ്ര ഇത്തരത്തിലൊരു വാഹനം നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. ജീപ്പ് ഇന്ത്യയിൽ ഉണ്ട് താനും, എന്നിട്ട് പോലും യാതൊരുവിധ കംപ്ലയിൻസോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോ സ്യൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര പറയുന്നത് ഇതെല്ലാം CJ സീരീസിൻ്റെ ഒരു ഇൻഹെറിറ്റഡ് മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ CJ3A, CJ3B എന്ന് പറയുന്ന മോഡലെല്ലാം ഇവിടെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഓൾറെഡി ജീപ്പ് മഹീന്ദ്രയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ആ രീതിക്ക് ഒരു ഇൻഹെറിറ്റഡ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ലോ പോയിന്റിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് അവിടെ കൊണ്ട് നിന്നു. അതിനുശേഷം ഫിയറ്റ് ക്രൈസ്ലർ ഗ്രൂപ്പിനെ വാങ്ങി. അതായത് അതിനുശേഷം ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമോട്ടീവ് എന്നുള്ള ഒരു ഗ്രൂപ്പ് വന്നു. അത് FCA എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഈ ക്രൈസ്ലർ ഗ്രൂപ്പിൻ്റെ താഴെയാണ് ഈ ജീപ്പ് വരുന്നത്. അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഫിയറ്റ് കുറച്ചും കൂടെ അവരുടെ ഡിസൈൻ ലാംഗ്വേജിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി. കാരണം ജീപ്പിൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് മഹീന്ദ്ര യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ 2009 ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് വെച്ചു. കാരണം ജീപ്പിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഗ്രിൽ പാറ്റേൺ ഉണ്ടല്ലോ, 7 സ്ലാൻഡുകളുള്ള അല്ലെങ്കിൽ 7 ബ്ലോക്കുകളുള്ള വെർട്ടിക്കൽ ബ്ലോക്കുകളുള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് മഹീന്ദ്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കർക്കശമായിട്ട് അവരങ്ങ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഥാറിൻ്റെ 5 ഡോർ വരുന്നുണ്ടല്ലോ, ആ ഒരു മോഡൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള 7 സ്ലാൻസിൻ്റെ
സെൻറ്ററിൽ ഒരു കട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ കോപ്പി ചെയ്തേനെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. ഒരു ബഗ്ഗി കാർ എന്നുള്ള രീതിക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഒരു ബെയർബോൺ ആയിട്ടുള്ള ജീപ്പിൻ്റെ സ്ട്രക്ചറുള്ള റോക്സർ എന്ന് പറയുന്ന വാഹനത്തെ യുഎസിലൊക്കെ മഹീന്ദ്ര വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈസ്ലർ ഗ്രൂപ്പ് ഇവർക്കെതിരെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസിലെ നിയമ നടപടികൾക്ക് വിധേയമായതിനു ശേഷം ഈ ഒരു വാഹനത്തെ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിക്ക് യു എസിൽ അത് വിറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയതിന് ശേഷം മഹീന്ദ്ര ഓൾറെഡി അതിന് അപ്പീൽ പോവുകയും ആ ഒരു വാഹനത്തെ അവിടെ ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. പക്ഷേ ഥാറിൻ്റെ 2020 ഥാർ എന്ന് പറയുന്ന മികച്ചൊരു വാഹനത്തെ ഓസ്ട്രേലിയയിൽ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജീപ്പല്ല മഹീന്ദ്ര ശ്രമിക്കുകയും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സ്കെലാൻഡിസ് ഈ ക്രൈസ്ലർ ഗ്രൂപ്പിനെ വാങ്ങിക്കുകയും ചെയ്തു. ക്രൈസ്ലർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണല്ലോ ജീപ്പ് വരുന്നത്, ഇപ്പോൾ സ്കെലാൻഡിസിൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്തു. ആ ഒരു ഒപ്പോസ് ചെയ്ത സമയത്ത് തന്നെ മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്തായാലും ഥാറിനെ ഓസ്ട്രേലിയയിൽ വിൽക്കുന്നില്ല, കാരണം ഇന്ത്യയിലെ തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീപ്പ് എന്ത് ചെയ്തു, ഇതിനെതിരെ ലീഗലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലീഗൽ നോട്ടീസിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഓസ്ട്രേലിയയിൽ ഈ ഒരു വാഹനത്തെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ജീപ്പിന് കൊടുക്കണം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇന്ത്യയിൽ ഥാറിനെ വിൽക്കാം. അത് 2009 വന്ന ആ ഒരു നിയമമുണ്ടല്ലോ, FCA അവരുമായിട്ടുണ്ടായിരുന്ന ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന അവരുമായിട്ടുണ്ടായിരുന്ന ഒരു എഗ്രിമെൻറ്റ് പ്രകാരം 7 വെർട്ടിക്കൽ സ്ലാൻസ് ഉള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒരിക്കലും കോപ്പി ചെയ്യാൻ പാടില്ല. പക്ഷേ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഇന്ത്യയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഇപ്പോഴുള്ള ഥാറിൻ്റെ 5 ഡോർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ കാണുന്ന ഗ്രില്ലിലുള്ള ചെറിയ ചേഞ്ച്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നല്ല വ്ളോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി. ഇനി ഇൻട്രോ ഒരുപാട് വലിച്ചു നീട്ടില്ല. നന്ദി, നമസ്കാരം.